ഗാസ മുനമ്പിലെ തുരങ്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെടുത്ത രേഖകൾ ഹമാസ് ആക്രമണത്തിന്റെ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. കൃത്യമായി പറഞ്ഞാൽ 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ കാരണം വെളിപ്പെടുത്തുന്നു. 2023 ഒക്ടോബർ 7-നാണ് കര, വ്യോമ, കടൽ മാർഗങ്ങൾ വഴി ഇസ്രായേലിലേക്ക് ഹമാസ് ഇരച്ചുകയറി ആക്രമണം അഴിച്ചുവിട്ടത്, നിരപരാധികളെ കൊന്നൊടുക്കിയത്. തീവ്രവാദികൾ ഏകദേശം 1200 പേരെ കൊല്ലുകയും ആയിരക്കണക്കിന് ആളുകളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 280ഓളം പേരെയാണ് തട്ടിക്കൊണ്ടുപോയി ഗസയിൽ ബന്ദികളാക്കിയത്. ഇനി ഈ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നത് തടസ്സപ്പെടുത്തുക എന്നതായിരുന്നുവെന്ന് ഗസയിലെ തുരങ്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയ രേഖകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയ രേഖകളിൽ 2023 ഒക്ടോബർ 2-ന് നടന്ന മീറ്റിംഗുകളുടെ മിനിറ്റ്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ മിനിറ്റ്സ് പ്രകാരം യഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കൾ ഇസ്രായേൽ സൗദി ബന്ധം സാധാരണ നിലയിലാകുന്നത് അവരുടെ നിലനിൽപ്പിന് ഭീഷണിയായി കണക്കാക്കിയിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. അക്കാലത്ത് ഹമാസ് തലവനായിരുന്ന സിൻവർ അന്ന് ഹമാസിന്റെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ദെയ്ഫിനൊപ്പം ഒക്ടോബർ 7-ലെ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായിരുന്നു. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം സിൻവർ ഹമാസിന്റെ തലവനായി. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ സിൻവറും ദെയ്ഫും കൊല്ലപ്പെട്ടു. സിൻവറിനെ കരസേന വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ദെയ്ഫ് ഒരു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. മിനിറ്റ്സ് പ്രകാരം ഈ ഒരു സാധാരണവൽക്കരണം തടസ്സപ്പെടുത്താൻ ഒരു അസാധാരണ നടപടി ആവശ്യമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഗസയിൽ നടന്ന ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ യോഗത്തിന്റെ മിനിറ്റ്സിൽ സിൻവർ ഇങ്ങനെ പറയുന്നു: സൗദി സൈനിക സാധാരണവൽക്കരണ കരാർ വലിയ തോതിൽ പുരോഗമിക്കുന്നു എന്നതിൽ സംശയമില്ല. ഇസ്രായേൽ സൗദി കരാർ ഭൂരിപക്ഷം അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഒരേ പാത പിന്തുടരാൻ വാതിൽ തുറക്കുമെന്ന് സിൻവർ മുന്നറിയിപ്പ് നൽകി. 2 വർഷമായി ആക്രമണത്തിന്റെ പ്ലാനിംഗ് നടക്കുന്നതായും സിൻവർ പറഞ്ഞതായി മിനിറ്റ്സിൽ പറയുന്നുണ്ട്. പലസ്തീനു വേണ്ടി മേഖലയുടെ പാതകളിലും ബാലൻസിലും ഒരു പ്രധാന നീക്കം അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു മാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് യോഗത്തിന്റെ മിനിറ്റ്സിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ സൗദി സാധാരണവൽക്കരണം ഹമാസിന് എത്രത്തോളം ദോഷകരമാണെന്ന് വെളിച്ചം വീശുന്ന 2 രേഖകൾ കൂടി ഇസ്രായേൽ സൈന്യം തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെടുത്തതായി റിപ്പോർട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലും അതുപോലെ ജെറുസലേമിലും സംഘർഷം രൂക്ഷമാകുന്നത് സാധാരണവൽക്കരണം കൂടുതൽ ബുദ്ധിമുട്ടാക്കുമെന്ന് 2023 സെപ്റ്റംബറിലെ ഒരു ഇന്റേണൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പലസ്തീൻ താൽപര്യങ്ങൾ സംബന്ധിച്ച സൗദിയുടെ പ്രതിജ്ഞകളിൽ റിപ്പോർട്ട് അവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കുന്നതിനും അതുവഴി സാധാരണവൽക്കരണത്തെ വെല്ലുവിളിക്കുന്നതിൽ നിന്ന് ഹമാസിനെ തടയുന്നതിനുമുള്ള നടപടികളാണെന്ന് ഹമാസ് മിനിറ്റ്സിൽ വിശേഷിപ്പിച്ചു. പലസ്തീൻ എന്ന ലക്ഷ്യം ഇല്ലാതാക്കുക എന്നതാണ് അറബ് രാജ്യങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും വ്യാപകമായ സാധാരണവൽക്കരണ തരംഗത്തിനിടയിൽ പലസ്തീൻ എന്ന ലക്ഷ്യത്തിന്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിനായി സ്വയം പുനഃസ്ഥാപിക്കേണ്ടത് പ്രസ്ഥാനത്തിന്റെ കടമയായി മാറിയിരിക്കുന്നുവെന്ന് 2022 ഓഗസ്റ്റിൽ രഹസ്യം എന്ന് മുദ്രകുത്തപ്പെട്ട മറ്റൊരു ഇന്റേണൽ ബ്രീഫിംഗിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ സൗദി സാധാരണവൽക്കരണം പാളം തെറ്റിക്കുക എന്നതായിരുന്നു ഒക്ടോബർ 7-ലെ ആക്രമണത്തിന്റെ ഹമാസിന്റെ ഉദ്ദേശമെങ്കിൽ ഈ രേഖകൾ പറയുന്നത് പോലെ തന്നെ ഭീകരവാദ സംഘം തീർച്ചയായും ഈ ഒരു ഉദ്ദേശത്തിൽ വിജയിച്ചു. കാരണം മറ്റൊന്നുമല്ല, സാധാരണവൽക്കരണം ഇപ്പോൾ ഒരു ചർച്ച പോലുമല്ല. ശരിക്കും ആ പാളം തെറ്റലിന് വലിയ വില നൽകേണ്ടി വന്നു, ഒരുപക്ഷെ പലസ്തീൻ രാഷ്ട്രത്തിന്റെ തന്നെ വില. 2ാം വർഷത്തിലേക്ക് കടന്ന യുദ്ധം ഗസയെ തകർക്കുകയും ഗസയിലെ 10,000-കണക്കിന് പലസ്തീനുകളുടെ ജീവൻ എടുക്കുകയും ചെയ്തു. ഇടനാഴികൾ നിർമ്മിക്കുന്നതിന്റെയും അതുപോലെ ബഫർ സോണുകൾ സൃഷ്ടിക്കുന്നതിന്റെയും പേരിൽ ഇസ്രായേൽ ബോംബ് ആക്രമണങ്ങളിലൂടെയും ഖനന യന്ത്രങ്ങൾ ഉപയോഗിച്ച് മനഃപൂർവ്വം കെട്ടിടങ്ങൾ തകർക്കുന്നതിലൂടെയും ഗസ മുഴുവനായി നശിപ്പിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിക്കുകയും പക്ഷേ ഇസ്രായേൽ അത് പൂർണ്ണമായും കൈവശപ്പെടുത്തുകയും ചെയ്തതോടെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അടിസ്ഥാനപരമായി ഇല്ലാതായിരിക്കുന്നു. എല്ലാ പലസ്തീനുകളെയും ഗസയിൽ നിന്ന് പുറത്താക്കുമെന്നും ആ പ്രദേശം റിവിയറ ഓഫ് ദ ഈസ്റ്റ്, അതായത് കിഴക്കിന്റെ റിവിയറ ആയി വികസിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള സ്ഥിരമായ പാത ഉണ്ടാകുന്നതുവരെയും ഇസ്രായേലുമായി ഒരു സാധാരണവൽക്കരണവും ഉണ്ടാകില്ലെന്ന് സൗദി അറേബ്യയും വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഈ 2 ആവശ്യങ്ങളും ശക്തമായി നിരസിച്ചതിനാൽ സാധാരണവൽക്കരണം ഒരു നീക്കുപോക്കില്ലാത്ത അവസ്ഥയിലാണുള്ളത്.